ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയോ? കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ നിലത്ത് മൊത്തമായിട്ട് ലാൻഡ്സ്കേപ്പ് മൊത്തമായിട്ട് നല്ല ഡിസൈനായിട്ട് ചെങ്കല്ല് പതിച്ചിട്ടുണ്ട്. അതായത് പല രീതിയിൽ ഇതാ ഫുൾ കല്ല്, വലിയ ചെങ്കല്ലാണ്, നമ്മുടെ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെങ്കല്ലുണ്ടല്ലോ, ആ ചെങ്കല്ലാണ് മൊത്തമായിട്ട് ഇവിടെ പതിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഡിസൈനിൽ പല തരത്തിലുള്ള ഡിസൈനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മതിലൊക്കെ കണ്ടില്ലേ, ഇതൊന്നും തേക്കാത്ത രീതിയിലുള്ള കേട്ടോ. നമ്മളെ നല്ല നല്ല കല്ല് കടുപ്പപ്പാറ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഗ്രൂ ചെയ്തിട്ട് ഇത് നല്ല പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. നമ്മളെ മലപ്പുറത്തൊക്കെ ക്ഷേത്രത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഈ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കാസർഗോഡ് ഇതിൻ്റെ പ്രൊഫഷണലായിട്ട് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു ചെങ്കല്ല് ഇതേപോലെ നിലനിർത്തിയിട്ട് ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഞാനിപ്പോൾ ഇവിടെ കാസർഗോഡ് വന്നപ്പോൾ തന്നെ ഒരുപാട് വീടിൻ്റെ, ഹോട്ടലിൻ്റെ, ക്ഷേത്രത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ഞാൻ നേരിട്ടിപ്പോൾ കണ്ടു. അപ്പോൾ നല്ല പ്രൊഫഷണൽ ആൾക്കാരാണ് ഇവിടെ ഈ ഒരു ചെങ്കല്ലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുള്ളത്. അതിനൊരു ഉദാഹരണം ഇതാ, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കിണറാണ് ഈ ഒരു ക്ഷേത്രത്തിലെ. ഈ ഒരു കിണറിൻ്റെ വർക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇവിടെ ഈ ചെങ്കല്ലിൻ്റെ വർക്കിൻ്റെ വരെ പാരമ്പര്യം. അതായത് ഇതൊരു ഒരു ഒരു രസമായിട്ട് തോന്നി, നല്ലൊരു രസമായിട്ട് തോന്നി. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല നല്ല വർക്ക്, പഴയ കാലത്തെ വർക്കാണ് ഇതൊക്കെ. ഈ കല്ലൊക്കെ നല്ല രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അടുക്കി വെച്ചിട്ട് ഒരു നല്ലൊരു ചെറിയൊരു ക്ഷേത്ര കിണർ, നല്ല രീതിയിലുള്ള ഒരു കിണർ, ചെറിയ കിണർ. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇട്ട് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിലിവിടെയൊക്കെ ഡിസൈൻ വരും. അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പുറത്ത് വേറെ ഡിസൈന്. അപ്പോൾ അതാ നമ്മളെ ബിനീഷ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ശില്പി ഇവിടെ ഉണ്ട്. ബിനീഷേ, മഴയാണല്ലോ, നല്ല മഴയാണല്ലേ? ക്ഷേത്രത്തിന്റെ വർക്ക് തന്നെയാണ് അധികം ചെയ്യാറുള്ളത്? ക്ഷേത്രത്തിന്റെ വർക്കാണ് ഉണ്ടാവാറുള്ളത് അല്ലേ? അങ്ങനെ കയറിയിരിക്കല്ലേ? അപ്പം ഇത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതല്ലേ? ഡിസൈൻ ചെയ്തല്ലേ? അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡിസൈനൊക്കെ എങ്ങനെ കണ്ടെത്തി? സ്വയം തോന്നിയിട്ട് എങ്ങനെ ഇത് വേറെ വർക്ക് ചെയ്ത് കണ്ടിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഒരു 15 വർഷം മുമ്പേ ചെയ്തിനല്ലേ വേറെ അമ്പലത്തില്. അപ്പോൾ ഇതുപോലുള്ള ആളുകളായിട്ട് നമ്മളെ ചാനലിൽ കൊണ്ടുവരേണ്ടത്, ഇതുപോലുള്ള കഴിവുള്ള ആളുകളെ. അതായത് നമ്മളെ മേഖല എന്ന് പറയുമ്പോൾ കല്ല്, ചെങ്കല്ല്, പടവ് കാര്യങ്ങൾ ഇതൊക്കെയാണ്, പണി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ വ്യത്യസ്തമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ ചാനലിൽ കൊണ്ടുവരണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് നല്ല വർക്കുകൾ, ഇതുപോലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് ബിനീഷ്. അപ്പോൾ ഇതിൻ്റെ ചുമരൊക്കെ കണ്ടില്ലേ, ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ ചെയ്തതല്ലേ? ഇത് സുഹൃത്ത് ചെയ്താണ്. അപ്പോൾ നല്ല കടുപ്പുള്ള കല്ലല്ലേ ഇത്? നല്ല കല്ലാണ്. കല്ല് നമുക്ക് നല്ല സുലഭമായിട്ട് കിട്ടും. അതുകൊണ്ടായിരിക്കും ഒന്ന്. പിന്നെ നല്ല പണിക്കാർ ഇവിടെ ഉണ്ട്, പ്രൊഫഷണലായ ആൾക്കാർ ഇവിടെ കുറെ ഉണ്ട്. ഞങ്ങൾ അവിടെ എന്ന് പറയുമ്പോൾ അധികം ഈ സാധാരണ കെട്ടിയിട്ട് തേക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇതായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ കുറവാണ്. ഇത് എന്താ വെച്ചാല് പണ്ട് കാലങ്ങളിലൊക്കെ കരിങ്കല്ല് ഭാഗ്യ ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഇതാണെങ്കിൽ മഴക്കാലത്ത് വഴുക്കണ പ്രശ്നം വരുമോ? ഇല്ല, വഴുക്കില്ല. അതിനാണ് ഈ ഗ്യാപ്പ് ഇട്ടത്. ഗ്രൂ അടിക്കും അല്ലേ? ഗ്രൂ അടിച്ച് ചെയ്യുന്ന സമയത്ത് വഴുക്കണ പ്രശ്നം വരില്ല. പിന്നെ ഈ കല്ലായതുകൊണ്ട് തന്നെ കാലിന് നല്ലൊരു സുഖം ചവിട്ടുന്ന സമയത്ത് അത് ഒരു ഇതാണ്, ഒരു പോയിന്റാണ്. കാരണം വേറെ എന്താണെങ്കിലും പ്രകൃതിയിലേക്ക് നേരെ ചവിട്ടുന്ന ഒരു ഫീലാണല്ലോ അല്ലെ? സിമെന്റ് ഇട്ടാൽ ഈ ഒരു ഇത് കിട്ടൂലല്ലോ, നാച്ചുറലായിട്ട്. പിന്നെ ഈ ഒരു കല്ലിനെ പറ്റി പറയണം, കല്ല് എത്ര വർഷം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിൽക്കും, അത്ര നല്ല ഉറപ്പുള്ള കല്ലാണ്. മഴ പെയ്ത് വെള്ളം വീണാലൊന്നും പൊടിഞ്ഞു പോകുന്ന സൈസ് കല്ലല്ല. ബാങ്കിൽ വെക്കുന്ന പോലെ ആണ് അല്ലേ? പൈസ കൂടി വരുന്നല്ലാതെ വേറെ കേടുകളൊന്നും വരില്ല. ഏത് കാലത്ത് വേണമെങ്കിൽ ഇത് എടുത്ത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഉണ്ടാവും. മുമ്പേ ഉണ്ടായിരുന്നു ഇവിടെ ക്ഷേത്രം, അത് പുതുക്കി പണിയാണ്. ചുമരൊക്കെ പുതിയതാ? അത് ചുമര് പുതിയത്. അപ്പൊ അവിടെ അത് ആ കാണുന്നത് അതൊരു തറവാടാണ്. അതന്നെ വീട് പോലെ? വീട് പോലെ അല്ല, തറവാട് പറഞ്ഞാൽ ഈ അമ്പലം പോലെ തന്നെ. അമ്പലം പോലെ വിളക്കെല്ലാം വെക്കുന്നത് അല്ലേ? അപ്പൊ അത് കുറച്ച് ക്ഷേത്രത്തിന്റെ കുറച്ച് പുറത്ത്, മതിലിന്റെ പുറത്താണ് ക്ഷേത്രം പോലെ. അപ്പൊ ഇതിപ്പോ ചെയ്തല്ലേ മൊത്തമായിട്ട്? ഇതാണ് തറവാട്. ഇതിപ്പോ സാധാരണ കെട്ട്. ഇതില് ഗ്രൂ അടിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക്, ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ വർക്ക് കണ്ടപ്പോൾ ഈ വിനീഷിന്റെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വർക്ക് ഒന്ന് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. നിങ്ങൾ ഈ ഒരുപാട് ആൾക്കാർ ചോദിക്കാനുണ്ടോ കല്ലൊക്കെ കിട്ടാണ്ടോ എന്നൊക്കെ? കല്ലൊക്കെ സപ്ലൈ ചെയ്യുന്ന പരിപാടി ഉണ്ടോ? കല്ല് സപ്ലൈ ചെയ്യുന്ന ഇവിടുന്ന് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കും അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ വർക്കുള്ളത് ഇതല്ലാതെ, ഇങ്ങനത്തെ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളെ കല്ലുമായിട്ട് ബന്ധപ്പെട്ട? വീടിന്റെ പണി എടുക്കലുണ്ട് ഉണ്ടല്ലേ? നല്ല ഡിസൈൻ വർക്ക്
അങ്ങനെ ചെയ്യും. പിന്നെ ഈ തുളസിത്തറ അങ്ങനത്തെ തുളസിത്തറ അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഈ തുളസിത്തറ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും, അതായത് ദൂരദേശത്തു നിന്നൊക്കെ അയച്ചു കൊടുക്കുന്നതിന് പ്രശ്നം കൊടുക്കാൻ പറ്റും.